2011 വർഷത്തിലെ സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 121 കോടി ആണ്. എന്നാൽ അത് 2025 ആയപ്പോഴേക്കും 146 കോടിയായി മാറിയിട്ടുണ്ട്. 146 കോടിയാണ് നമ്മുടെ ജനസംഖ്യയുടെ കണക്ക്. എന്നാൽ 2011 ശേഷം ഇതുവരെ ഇന്ത്യയുടെ ജനസംഖ്യ കണക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല, സെൻസസ് എടുത്തിട്ടില്ല. 2025 സെൻസസ് എടുക്കുമെന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു വരികയാണ്. ഇത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇന്ത്യയുടെ ജനസംഖ്യ ആനുപാതികമായി വളരെയധികം ഓരോ വർഷവും കൂടുന്നുണ്ട്. ഇന്ത്യ എന്ന മതേതര രാജ്യം, അതുപോലെ കേരളം എന്ന സംസ്ഥാനം, ഇന്ത്യയിൽ ഒരുപാട് യാത്രാ ഇളവുകളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എല്ലാം അനുവർത്തിച്ച് വരുന്ന ഒരു വൈവിധ്യമാർന്ന ഇന്ത്യ, ഒരു മനോഹരമായ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. അതിലെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഈ ലോകത്ത് ഒരു രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലും ഇല്ലാത്ത ഒരു സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിൻ്റെ മൂല്യമാണ് എല്ലാവരും ഉയർത്തിപ്പിടിക്കുന്നത്. മറ്റു ഏത് രാജ്യങ്ങളിൽ പോയാലും ഈ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ഒന്നുകിൽ വർണ്ണങ്ങളുടെ വെറി, അല്ലെങ്കിൽ വംശങ്ങളുടെ വെറി. വർണ്ണവെറിയും വംശവെറിയും ലോകത്ത് സമാധാനമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൽ, നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ അവസ്ഥ ഇന്നില്ലാത്തത്. അപ്പോൾ ഇവിടെ മതേതരത്വം ഒരു ബ്രാൻഡായിട്ട് ഉപയോഗിക്കുന്നു എന്ന് സംശയം തോന്നിപ്പോൾ. അത് എങ്ങനെ എന്ന് പറഞ്ഞാൽ, മതേതരത്വത്തിൻ്റെ മറവിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ടോ? അത് വളരെ നിശബ്ദമായിട്ടായിരിക്കാം ഒരുപക്ഷെ. കാരണം ഈ കേരളത്തിൽ ബംഗാളികൾ വരുന്നുണ്ട്, അതുപോലെ ബംഗ്ലാദേശികൾ വരുന്നുണ്ട്, പാകിസ്ഥാനികൾ വരുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ വരുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് നിയന്ത്രണങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അവർ വരുന്നു, വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്ന് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇതേ സമയം ചൈനയിൽ നോക്കൂ, അവിടെ നമ്മൾ കാണുന്നത് പോലെ എല്ലാം ലിബറലല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ചൈനയിൽ പോലും എല്ലാ കാര്യങ്ങളും ലിബറലല്ല. അതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ശരിക്കും ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ഒട്ടുമിക്ക പല സംസ്ഥാനങ്ങളിൽ ഇതൊന്നും അവിടെയുള്ള ജനങ്ങൾ വളരെ ബോധവാന്മാരായിട്ട് അനുവദിക്കാറില്ലെങ്കിലും കേരളത്തിൽ ഇത് അനുവദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം തോന്നാതില്ല. കാരണം ഇവിടെ ജോലിക്കായി എത്തുന്ന ബംഗാളികൾ അല്ലെങ്കിൽ ബംഗ്ലാദേശികൾക്ക് ആധാർ ഉൾപ്പെടെ നൽകി അവരിവിടെ ഒരുപാട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, മറ്റ് പല ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, പല സുഹൃത്ത് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, പല കാര്യങ്ങളിൽ ഇവിടെ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. മറ്റ് സ്ഥലങ്ങളില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരെയും ഹൃദയ വിശാലതയോടുകൂടി സ്വീകരിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെൻസസ് എടുക്കാത്തത് കൊണ്ട് ഇതിൽ ആരാണ് ഇവിടെ ഉള്ളത്, ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നറിയാൻ ഇന്ത്യയിലെ മറ്റ് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിനൊക്കെ പ്രത്യേകിച്ച് അതിർത്തി സംരക്ഷണ സേനയും മറ്റ് പ്രാദേശിക സംരക്ഷണ സേനയൊക്കെയാണ്. പക്ഷെ നമ്മുടെ തെക്ക് ഭാഗത്തോട്ട് വരും, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തോട്ട് കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തരം സുരക്ഷിതത്വം ഉണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിന് ഈ മനുഷ്യക്കടത്തൽ എന്ന് പറയുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ഒരുപാട് ഫണ്ടുകൾ വിദേശത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ കേരളത്തിലെ ഈ ഒരു സാഹോദര്യവും സമാധാനവും മതേതരത്വവും സഹവർത്തിത്വവും സ്നേഹവും എല്ലാം ഉള്ള ഒരു അന്തരീക്ഷത്തെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള സാമൂഹിക അടിച്ചമർത്തലുകൾക്ക്, സാമൂഹിക ദുരുപയോഗങ്ങൾക്ക് മുതലാക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം ശക്തികൾ ഇതിനെ മുതലാക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദമായ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്
ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.